പുലർച്ചെ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആഗ്രയിലെത്തുന്നത്. അന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു റൂമൊക്കെ എടുത്ത് കുറച്ച് സമയം ഉറങ്ങിയിട്ട് താജ് കാണാൻ പോകാന്നുള്ള പ്ലാനിൽ നമ്മളെത്തി. ഇവിടുത്തെ റൂമിനെ കുറിച്ചൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ലേനു. അപ്പോൾ കറക്റ്റ് റൂംസ് വേണമെന്ന് ചോദിച്ച് കുറച്ച് റിക്ഷക്കാർ നമ്മുടെ മുമ്പിൽ വന്നു. ഫസ്റ്റ് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ അവരോട് പോയി. ചെറിയ പൈസക്ക് നല്ല റൂം തരാമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയത്. പക്ഷേ ഈ ചെറിയ പൈസേൻ്റെ നല്ല റൂമിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഏകദേശ ധാരണ നമുക്കെല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് നമുക്ക് തന്ന റൂം. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെന്താ സാധനം എനിക്ക് കുറച്ച് സമയത്തേക്കല്ലേ, അതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ആക്കാന്ന് വെച്ച്. പെർ ഹെഡ് 200 പറഞ്ഞ റൂം ഈടിയത്തേക്ക് 250 പിന്നെ പോട്ട് പുല്ലെന്ന് വെച്ച് റൂം എടുത്ത്. റൂമിന്റെ അവസ്ഥയൊക്കെ വിശദമായി പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു റീൽ ഇട്ടിട്ടുണ്ട്. രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ തലേന്നത്തെ റിക്ഷക്കാരൻ എത്തിയിട്ടുണ്ട് താജ് ആക്കി തരാൻ പറഞ്ഞിട്ട്. പിന്നെ അയാളുടെ നേരെ താജിലേക്ക്. भैया आप मेरे फ्रेंड्स केरला से आया, हमको मिला आप बेस्ट लोग हो, मतलब अच्छे लोग हो आप, है ना। आगरा आपका भी कोई ग्रुप का पर्सन आता है ना, तो भैया के पास में मेरा कांटेक्ट नंबर है, कॉल करें, मैं दे दूंगा, है ना। भैया देंगे और अच्छा सर्विस मिलेगा। ये बताओ आपका नाम बताओ भैया। दिलीप शर्मा। വട്ടത്ത് ചാമ്പി വിട്ടിച്ചു അവന്റെ കോണ. ഡ്രൈവറെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഡ്രൈവറെ കുറിച്ച് തണുപ്പ് വന്നതോടെ ഇവൻ ജാതുവായതും പോട്ടെ വാ പോലും തുറക്കുന്നില്ല ഇവൻ. അങ്ങനെ ഫോർ ദ ഫസ്റ്റ് ടൈം ലൈഫിൽ ആദ്യമായിട്ട് താജ്മഹൽ കണ്ട്. താഴേന്ന് താജിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഈ സാധനം കാലിലിടണം. ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ സാധനം. ഇതുവരെ പുറത്തുനിന്ന് പൈസ ഒക്കെ ഓരോ ഉടായ്പും പറഞ്ഞ് വിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമ്മളെ താജ്മഹലിന്റെ തൊട്ട് ബാക്കിലുള്ള യമുന റിവറാണിത്. ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ. അങ്ങനെ താജ്മഹൽ കറക്കും കുറേ ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡിന്റെ പൈസ എല്ലാം കണ്ട് നമ്മളെല്ലാവരും കണ്ണ് തള്ളിപ്പോയി. ഒരു സെറ്റ് പൂരി ബാജിയും കഴിച്ച് പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക്. ഇവിടുന്ന് എങ്ങനെ കറങ്ങാന്നുള്ള ടെൻഷൻ വേണ്ട, കാരണം അത്രയും റിക്ഷക്കാർ ഇവിടെയുണ്ട്. ഒന്ന് കാല് കുത്താൻ പോലും വിടൂല, അത്രയും ആൾക്കാർ റിക്ഷ എടുത്ത് ഇറങ്ങിയേക്കുന്നത്. അങ്ങനെ ഒരു റിക്ഷ കയറി നേരെ ആഗ്ര ഫോർട്ട് കാണാൻ പോയി. ആഗ്ര ഫോർട്ടിൽ നോക്കുമ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. ഇവിടെ കയറാൻ നിന്ന് ഇന്നത്തെ ഒരു ദിവസം മൊത്തം ഇവിടെ പോയി കിട്ടും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കണ്ടിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി, ഷാജഹാൻ ഗാർഡൻ. അടുത്ത നമ്മൾ ഷാജഹാൻ ഗാർഡൻ. ആഗ്ര ഫോർട്ട് എന്നിട്ട് കിടിലല്ലേ? ഉള്ളല്ലോ കിടിലം. വലിയൊരു ഗാർഡൻ, കുറേ അങ്ങ് നടക്കാം. ഒരു നല്ല ഈവനിങ് എല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടുത്തെ ഈ പാർക്കിലെത്തിയപ്പോഴത്തേന് എല്ലാത്തിലും കയറാനൊരു പൂതി. എന്നാ പിന്നെ അങ്ങ് നടക്കട്ടെ. കാട്ടിന്റെ ഉള്ളിൽ പോണം. ഇതുവരെയുള്ള യുപിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇത് യു പി താജ്മഹൽ മാത്രം അടിപൊളിയായിരുന്നു, ബാക്കിയെല്ലാം ചാമ്പാൻ നോക്കിയായിരുന്നു. നാട്ടുകാരോ? നാട്ടുകാരനെ നീ കുഞ്ഞെന്തിനും കൊണ്ടുപോകും. അത് ഞാൻ ചിരിച്ചോണ്ട് വരും, മോനെ നല്ലതല്ലേ സുഖമല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ മരമറച്ചിരിക്കുക. അങ്ങനെ പാർക്കെല്ലാം കറങ്ങി തിരിച്ച് റൂമിൽ വന്ന് ബാഗും എടുത്ത് ഇനി ഡൽഹിയിലേക്ക്. ഇവിടുന്ന് ഡൽഹിയിലേക്ക് ഇനി ജനറൽ കയറിയിട്ട് വേണം പോവാൻ. ആകെ 3-4 മണിക്കൂർ യാത്രയേ ഉള്ളൂ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ജനറൽക്കാരൻ്റെ കയറി എന്നാലും ജനറൽ ആലോചിക്കുമ്പോൾ ഇത് ഉണ്ടേനു, ബിക്കോസ് അത്രയും ആൾക്കാരോട് കയറാനുണ്ട്. സ്ലീപ്പർ കുറേ കാലിയേനു, അതുകൊണ്ട് സ്ലീപ്പറിൽ കയറി ഡൽഹിയിലേക്ക് പോയി. രാത്രിയാകുമ്പോൾ വി റീച്ച്ഡ് നിസാമുദ്ദീൻ. സംഭവം നമ്മൾ ഈടി റൂമൊന്നും ബുക്കാക്കിയിട്ടില്ല, വരുന്ന വഴിക്ക് കാണാന്നുള്ള മൈൻഡിൽ നേരെ മെട്രോയിലേക്ക് വിട്ട്. സ്റ്റേഷനെത്തി ജസ്റ്റ് റൂംസൊക്കെ ഓൺലൈൻ നോക്കുമ്പോൾ എല്ലാം ഫുള്ള്. ഉള്ളയിലാണെങ്കിൽ ഒടുക്കത്തെ റേറ്റ്. ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ റൂംസ് ഒന്നും അവൈലബിൾ അല്ലേനു. അപ്പം നമുക്ക് തിരിഞ്ഞത് പെട്ട്. പിന്നെ രണ്ടും കൽപ്പിച്ച് നേരെ കരോൾ ബാഗിലേക്ക് പോയി. ആടെ എത്തി എന്തെങ്കിലും കിട്ടുമായിരിക്കും വിചാരിച്ച പോലെ. ഈടി എത്തിയപ്പാട് കുറേ റിക്ഷക്കാർ വന്ന് അതിലൊരാൾ നമ്മളെ നല്ലൊരു റൂമിലേക്ക് എത്തിച്ച്. ഓവർ പ്രൈസ്ഡും അല്ല. ഇതാണ് നമുക്ക് ഡൽഹി കിട്ടിയ റൂം. ഇവിടെ തന്നെ നല്ല സൗത്ത് ഇന്ത്യൻ ഫുഡും കിട്ടാണ്ടായിരുന്നു. കേരള ഫുഡല്ല, ആന്ധ്ര ഫുഡ് എങ്ങാനാ. പക്ഷെ അത് കഴിച്ചപ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ട്രിപ്പ് തുടങ്ങിയപ്പോൾ മുതലേ ഫുഡ് അടിന്റെ കാര്യമൊക്കെ കുറച്ച് കഷ്ടത്തിലായിരുന്നു. അങ്ങനെ വേണ്ടുവോളം ഫുഡും കഴിച്ച് നമ്മളെ ഹോട്ടലിനിട്ടൊരു നടത്തവും പാസ്സാക്കി ഇന്നത്തെ ഡേക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട്.